ക്യുറസാവോയെ 1-7 ഗോളുകൾക്ക് തകർത്ത ജർമ്മനിയുടെ വെടിക്കെട്ട് തുടക്കം നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ മത്സരത്തിലെ വിജയത്തിനപ്പുറം ഒരു ലോക റെക്കോർഡ് കൂടി ജർമ്മനി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന രാജ്യമെന്ന റെക്കോർഡിൽ ബ്രസീലിനെ മറികടന്ന് ജർമ്മനി ഇനി ഒന്നാം സ്ഥാനത്ത്. മത്സരത്തിന് 88-ാം മിനിറ്റിൽ കായ് ഹവേർട്സ് നേടിയ ആ അവസാന ഗോളാണ് കാനറിപ്പടയുടെ വർഷങ്ങളായുള്ള ആധിപത്യത്തിന് അറുതി വരുത്തിയത്. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിന് മുമ്പ് വരെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡ് 238 ഗോളുകളുമായി ബ്രസീലിന്റെ പേരിലായിരുന്നു. എന്നാൽ ക്യുറസാവോയ്ക്കെതിരെ 7 ഗോളുകൾ അടിച്ചുകൂട്ടിയതോടെ ജർമ്മനിയുടെ ആകെ ഗോൾ നേട്ടം 239 ഉയർന്നു. ഇതോടെ ബ്രസീലിനെ ഒരു ഗോളിന് പിന്നിലാക്കി ജർമ്മനി ചരിത്രത്തിൽ ഒന്നാമതെത്തി. നിലവിൽ അർജന്റീന 152 ഗോളുകളോടെ മൂന്നാമതും ഫ്രാൻസ് 136 ഗോളുകളോടെ നാലാമതുമാണുള്ളത്. ഇതോടൊപ്പം മറ്റൊരു റെക്കോർഡ് കൂടി ജർമ്മനി ഭദ്രമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ 4 തവണ 7 അതിൽ കൂടുതലോ ഗോൾ നേടുന്ന ഏക രാജ്യമെന്ന ഖ്യാതിയും ജർമ്മനിക്ക് തന്നെയാണ്. ഇതിനു മുൻപ് 2014 ലോകകപ്പ് സെമിഫൈനലിൽ ബ്രസീലിനെ അവരുടെ സ്വന്തം നാട്ടിൽ വെച്ച് 1-7 ഗോളുകൾക്ക് തകർത്തതാണ് ഫുട്ബോൾ ലോകം ഇതിനു മുൻപ് കണ്ട ഏറ്റവും വലിയ ജർമ്മൻ ഗോൾ പൂരം. ഇപ്പോൾ ഇതാ 2026ലും അതേ സ്കോർ ആവർത്തിച്ചിരിക്കുകയാണ് ജർമ്മനി. 2014 കിരീടം നേടിയതിനു ശേഷം കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താക്കേണ്ടി വന്ന വലിയ നാണക്കേട് മാറ്റാനാണ് ജർമ്മനി ഇത്തവണ എത്തിയിരിക്കുന്നത്. ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകനായ ജൂലിയൻ നഗേൽസ്മാന്റെ കീഴിൽ ജർമ്മനി എത്രത്തോളം അപകടകാരികളാണ് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ ആദ്യ മത്സരം നൽകുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.